السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, മദീനയിലെ മസ്ജിദുൻ നബവിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ബിലാൽ. ആരാണ് ബിലാൽ റളിയല്ലാഹു അൻഹു? പരിശുദ്ധ മദീന മുനവ്വറയിലെ പ്രശസ്തമായ മസ്ജിദാണ് മസ്ജിദ് ബിലാൽ. ബിലാൽ ബിൻ റവാഹ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ നിന്ന് ദൂരത്തല്ലാതെ മസ്ജിദുൽ മുസല്ലയുടെയും മസ്ജിദ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ മസ്ജിദ്, ഈ പള്ളി തീർത്ഥാടകരുടെ പ്രധാന സന്ദർശന കേന്ദ്രമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മദീന നിവാസികൾ ഇവിടെ പെരുന്നാൾ നിസ്കരിച്ചിരുന്നു. ഒരു വർഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയും അവിടെ നിസ്കരിച്ചിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട് നിലനിന്നിരുന്ന സ്ഥലമാണത്. അവിടെ വെച്ചാണ് അദ്ദേഹം സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിരുന്നത്. ഈ പള്ളി ഇപ്പോൾ മദീന മുനവ്വറയിൽ വന്ന ആൾക്കാർക്ക് മുഴുവനും കാണത്തക്ക രീതിയിൽ മസ്ജിദ് ബിലാൽ എന്ന് പേരുള്ള ഒരു പള്ളി മദീനയിൽ മസ്ജിദുൻ നബവിയുടെ കുറച്ച് മുമ്പിലോട്ട് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ നടന്നാൽ ആ പള്ളിയിൽ എത്തും. പലസ്തീനിലെ ചരിത്ര പ്രസിദ്ധമായ ബത്ലഹേമിൽ പ്രശസ്തമായ ഒരു മസ്ജിദ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ്. ഈ പള്ളിയിലാണ് യാക്കൂബ് നബിയുടെ ഭാര്യ യൂസുഫ് നബിയുടെ ഉമ്മ റാഹേൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അറബ് രാജ്യങ്ങളിലായി ആയിരക്കണക്കിന് ബിലാൽ മസ്ജിദുകളുണ്ട്. ആരായിരുന്നു മക്കളെ? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? അടിമയായിരുന്നു. ഏതോപ്യൻ വംശജനായിരുന്നു. കറുത്ത വർഗക്കാരനായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അതുല്യമായ മഹത്വത്തിലേക്ക് ഉയർത്തി. കരിക്കൊട്ടയുടെ നിറമുള്ള ബിലാൽ. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ബാങ്ക് മുഴക്കിയത് ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാങ്ക് വിളിക്കാരൻ എന്ന അദ്ദേഹത്തെ അറിയപ്പെട്ടു. മക്ക വിജയത്തിന്റെ ഘട്ടത്തിൽ കഅബാലയത്തിന്റെ മുകളിൽ കയറി തൗഹീദിന്റെ അമരധ്വനി മുഴക്കാൻ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് നിയോഗിച്ചത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ ബിലാൽ, നിങ്ങൾ എത്ര നല്ല മനുഷ്യൻ! ബാങ്ക് വിളിക്കുന്നവരുടെ മുഅദ്ദിൻ നേതാവാണ് അദ്ദേഹം. അൽ മുഅദ്ദിനൂന അത്വലൻ നാസി അനാഖൻ യൗമൽ ഖിയാമ. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന മുക്രിമാരുണ്ടല്ലോ, ബാങ്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഖിയാമത്ത് നാളിൽ തല നീണ്ടവരാണ്, ഉന്നതമായ സ്ഥാനത്തുള്ളവരാണ്. ഇവരുടെ ഈ ബാങ്ക് വിളിക്കാരുടെ നേതാവാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് വിളിക്കുന്നവർ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കും എന്നാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദിനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ബിലാലേ, സ്വർഗത്തിൽ എന്റെയും മുന്നിൽ താങ്കളുടെ ചെരിപ്പടി ശബ്ദം ഞാൻ കേട്ടല്ലോ ബിലാലേ. എന്റെയും മുമ്പിൽ താങ്കളുടെ ചെരുപ്പടി ശബ്ദം സ്വർഗത്തിൽ ഞാൻ കേട്ടല്ലോ ബിലാലെ. എന്താണ് താങ്കൾ പ്രത്യേകമായി ചെയ്യുന്ന ഇബാദത്ത്? മുത്തുനബി തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, എപ്പോൾ ഞാൻ വുളു എടുത്താലും, എന്താവശ്യത്തിന് വേണ്ടി വുളു എടുത്താലും ഞാൻ 2 റക്അത്തെങ്കിലും സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. വുളുഇന്റെ സുന്നത്ത് എന്ന് പറഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ വോയിസ് കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ മഹത്വം നമുക്കും കിട്ടണ്ടേ? വുളുഇന്റെ മുമ്പ്, വുളു എടുത്തതിന്റെ ശേഷം 2 റക്അത്ത് പ്രത്യേകം സുന്നത്ത് നിസ്കരിക്കൽ മുത്തുനബി തങ്ങൾ സുന്നത്തായി കൽപ്പിച്ചതാണ്. വളരെയധികം അതിന് മഹത്വമുണ്ട്. ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ സുന്നത്ത് നിസ്കാരമല്ലാതെ ഇതല്ലാതെ മറ്റൊന്നും ഞാൻ പ്രത്യേകമായി ചെയ്യാറില്ല നബിയേ.
ശ്രദ്ധിക്കുക മുഅ്മിനീങ്ങളെ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പോലും അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു സയ്യിദുനാ, ഞങ്ങളുടെ നേതാവ് ബിലാൽ എന്നായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ശാം കീഴടക്കിയപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് മുഴക്കാൻ അപേക്ഷിച്ചു. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞു. അത് കേട്ട് ആളുകൾ മുഴുവനും കരഞ്ഞു. അതൊരു കൂട്ടക്കരച്ചിലായി മാറി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയം, പ്രേമം അത്രമാത്രമുണ്ട്. നമുക്കും പ്രേമിക്കണ്ടേ മുത്തുനബിയെ? അതുപോലെ മരണാസന്നമായി കിടക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു വളരെ സന്തുഷ്ടനായിരുന്നു. വിഷമത്തോടെ ദുഃഖിച്ചു നിൽക്കുന്ന തൻ്റെ ഭാര്യയോട് പതിയും പറഞ്ഞ്, എൻ്റെ സന്തോഷമേ, എനിക്കെൻ്റെ സ്നേഹിതരായ, എൻ്റെ കൂട്ടുകാരായ, എൻ്റെ കൽബിൻ്റെ കരളിൻ്റെ കഷ്ണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബാക്കളെയും കാണാമല്ലോ, അവരോട് ചേരാമല്ലോ. മുഅ്മിനീങ്ങളെ, നമ്മൾ ഓർക്കണം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് മരണത്തിൻ്റെ സമയം അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുക്കും. കൃത്യമായി ദുഹാ നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളുണ്ടോ, അവർക്ക് മരണത്തിൻ്റെ സമയം അള്ളാഹു അറിയിച്ചു കൊടുക്കും. അതിന് വേണ്ടുന്ന ഒരുങ്ങാൻ അള്ളാഹു അവർക്ക് തൗഫീക്ക് നൽകും. അതുകൊണ്ട് കൃത്യമായി ദുഹാ നിസ്കരിച്ചോ, മരണത്തിൻ്റെ സമയം അള്ളാഹു അറിയിച്ചു തരും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ ഇസ്ലാമിലേക്ക് ആദ്യം വന്ന 7 ആളുകളിൽ ഒരാളായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ഖുറൈശികൾ അദ്ദേഹത്തെ ഇരുമ്പ് അങ്കികൾ അണിയിച്ച് കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കൊണ്ടുപോയി കിടത്തി. കുട്ടികൾ അദ്ദേഹത്തെ വലിച്ചിയച്ചു നടന്നു. ഭ്രാന്തൻ എന്ന് പറഞ്ഞ് കല്ലെടുത്തെറിഞ്ഞു. അവരെ ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ യജമാനൻ ഉമയ്യത്ത് വെയിൽ മൂത്താൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് നഗ്നനാക്കി വസ്ത്രം മുഴുവനും മൂരി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ മലർത്തി കിടത്തും. വലിയ പാറക്കല്ലെടുത്ത് നെഞ്ചിൽ കയറ്റി വെക്കും. ഒന്നുകിൽ ഇവിടെ കിടന്ന് മരിക്കുക, അല്ലെങ്കിൽ നിന്റെ മുഹമ്മദിനെ നീ വെടിയുക സല്ലല്ലാഹു അലൈഹി വസല്ലം, തള്ളിപ്പറയുക എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ ക്രൂരമായ ദണ്ഡന പീഡനങ്ങൾ എന്നിട്ടും കുലുങ്ങാതെ അവിടുന്ന് പറയും, അഹദ് അഹദ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അഹദ് അഹദ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന സയ്യിദുനാ ബിലാൽ എൻ്റെ കരളിൻ്റെ കഷ്ണമായ മുത്തുനബിയുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത്, അവിടുത്തെ ശരീരത്തിനൊരു പൂറലേൽക്കുന്നത് എനിക്ക് സഹിക്കൂല. എന്നെ നിങ്ങൾ ഇടിച്ചോ കൊന്നോ, നിങ്ങൾ പാറക്കല്ല അതിനെക്കാട്ടിയും വലിയത് എടുത്ത് എൻ്റെ ശരീരത്തിൽ വെച്ചോ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് ആക്രോശിക്കുന്ന രംഗം, അതാണ് മുഅ്മിനേ ഈമാൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹാ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമാണ്, മുഹമ്മദ് നബിയുടെ അനുയായിയാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് ശത്രുക്കളോട് ആക്രോശിച്ചെങ്കിൽ എല്ലാ വിവേചനങ്ങൾക്കുമെതിരെയുള്ള ഇസ്ലാമിന്റെ സമര പ്രഖ്യാപനത്തിന്റെ സാക്ഷ്യം കൂടിയാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. അടിച്ചമർത്തപ്പെട്ട അടിമ വംശത്തിൽപ്പെട്ട ഒരു കറുത്ത വർഗക്കാരൻ വിശ്വാസികളുടെ നേതാവായി മാറുന്നു. അറബിക്ക് അനറബിയേക്കാൾ, അനറബിക്ക് അറബിയേക്കാൾ, വെളുത്തവന് കറുത്തവനേക്കാൾ, കറുത്തവന് വെളുത്തവനേക്കാൾ ഒരു മഹത്വവും ഇല്ല. തഖ്വ കൊണ്ടല്ലാതെ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ വലിയവൻ, നിങ്ങളിൽ ഉത്തമൻ തഖ്വ ഉള്ളവൻ മാത്രമാണ്. അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അല്ലാഹുക്കില്ല. അല്ലാഹു നോക്കുന്നത് ഖുലൂബിക്കും, നിന്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. നിന്റെ ഹൃദയം ശുദ്ധിയുണ്ടോ? ഹൃദയം വെളുത്തിട്ടുണ്ടോ? ഹൃദയത്തിൽ നല്ല സ്വഭാവമുണ്ടോ? എങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ, നിനക്ക് തഖ്വയുണ്ടെങ്കിൽ രക്ഷപ്പെടാം. തൊലിയുടെ നിറം ഇവിടെ പ്രശ്നമില്ല. അല്ലാഹുവേ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. അവരോട് കൂടി സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.